മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം വിശുദ്ധ മത്തായി അറിയിച്ച കർത്താവ് ശോമിശിയുടെ പരിശുദ്ധ സുവിശേഷം 25-ാം അധ്യായം 25 മുതൽ 28 വരെ വാക്യങ്ങൾ നാം ധ്യാനിക്കുകയാണ്. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 25 verse 25 to 28. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു, ഇതാ നിന്റേതെടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്രത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്രത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എന്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എന്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരു ധനികൻ 3 വ്യക്തികളെ ക്ഷണിച്ച് 5ഉം 2ഉം 1ഉം താലന്തുകൾ വീതം ഏൽപ്പിച്ചു. 1 താലന്ത് മാത്രം ലഭിച്ചവൻ മടിയനായി ഒന്നും ചെയ്യാതെ താലന്ത് നിലത്ത് കുഴിച്ചിട്ടു. അവനെ ദുഷ്ടനും മടിയനുമെന്ന് വിളിച്ച് ഭവനത്തിൽ നിഷ്കാസനം ചെയ്തു. ഇതര അവരുടെ ധനം വിനിയോഗിച്ച് ക്രയവിക്രയം ചെയ്ത് ലാഭമുണ്ടാക്കി. അവരെ കൂടുതൽ ചുമതലകളും അധികാരവും കൊടുത്ത് ഉന്നത പദവിയിലേക്ക് ഉയർത്തി. കഴിവ് കുറവും സാഹചര്യങ്ങളും കാരണം പറഞ്ഞ് നമ്മിൽ പലരും പലപ്പോഴും നിഷ്ക്രിയരായിരിക്കുന്ന അവസ്ഥാവിശേഷം. മറ്റു പലരെയും പോലെ ജന്മസിദ്ധമായ കഴിവുകളില്ല എന്ന് ചിന്തിച്ച് ജീവിതത്തെ പരാജയപ്പെടുത്തുന്നു. പഠിക്കുവാൻ ഉയർന്ന ഡിഗ്രികൾ എടുക്കുവാനും സാധിച്ചില്ല. പാടുവാനും ആടുവാനും പരിചയമില്ല. പ്രസംഗിക്കുവാനും എഴുതുവാനും പ്രാപ്തിയില്ല. സംഭാഷണത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിവില്ല. അധ്വാനിക്കുവാൻ വേണ്ട ആരോഗ്യമില്ല. എന്നീ വിധത്തിൽ പല പരിമിതികൾ കണ്ട് നിരാശരാകും. പ്രശ്നമുണ്ടാകുന്ന വൻമതിൽ ജീവിതമാർഗത്തിൽ നാം കാണുന്നു. ഇത് ആത്മഹത്യാപരമാണ്. നമുക്കുള്ള താലന്ത് ഉപയോഗിച്ച് ജീവിതത്തെ വിജയിപ്പിക്കുവാൻ ശ്രമിക്കണം. തന്നെത്താൻ സഹായിക്കുന്നവരെയാണ് ദൈവവും സഹായിക്കുന്നത്. വിശ്വപ്രസിദ്ധനായ ഡെയിൽ കാർണജിയുടെ ആരംഭകാലത്ത് അദ്ദേഹം പണസംബന്ധമായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഏതെങ്കിലും തൊഴിലിൽ ഏർപ്പെടുവാൻ ആവശ്യമായ പണവുമില്ലായിരുന്നു. ജീവിതം എങ്ങനെ വിജയമാക്കുന്നതിനെക്കുറിച്ച് ചില ആശയങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. തനിക്കുള്ള തന്റെ ആശയങ്ങൾ ക്രോഡീകരിച്ച് പുസ്തകങ്ങളാക്കി അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. പുസ്തകങ്ങൾക്ക് പൊതുജനങ്ങളിൽ വലിയ സ്വീകരണം ലഭിച്ചു. പുസ്തക വിലയിൽ നിന്ന് വലിയ തുക ലാഭമായി ലഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ വിരാമമുണ്ടായി. നിങ്ങളുടെ സഹോദരങ്ങളെ, ഉള്ള കഴിവുകൾ നിസ്സാരമെങ്കിലും അവയെ ശരിയായി കൈകാര്യം ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച നിശ്ചയമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.